ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലൻ കടയിലിരിക്കുമ്പോൾ ഉദയഭാനു ഫോണിൽ ചെയ്യാണ്. പക്ഷേ ഫോൺ എടുക്കുന്നില്ല. ആ കാര്യം രാമേട്ടനോട് പറയാണ് കേട്ടോ. രാമേട്ടാ, ആ ഉദയഭാനു എന്നെ വിളിച്ചിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. അതെന്താ ബാല നീ ഫോൺ എടുക്കാത്തത്? ചിലപ്പോൾ കാശെങ്ങാനും റെഡിയാക്കി വെച്ചിട്ട് വിളിക്കുന്നതാണോ അയാൾ? പിന്നെ കാശ് റെഡിയാക്കാൻ ഒരു ചായ കുടിച്ചാൽ പൈസ കൊടുക്കാനുള്ള കാശ് പോലും അയാളിലില്ല. മഹാ ഫ്രോഡാ. പിന്നെയാണ് ഇനി 10 ലക്ഷം ഉണ്ടാക്കിയിട്ട് എന്നെ വിളിക്കുന്നത്. എന്തായാലും നീ ഫോൺ എടുക്കാനുള്ളതായിരുന്നു. എന്താ കാര്യമെന്നറിയാമല്ലോ. വിളിക്കട്ടെ, അയാൾ ഇനിയും വിളിക്കും രാമേട്ടാ. ഇതിപ്പോൾ എന്തിനുള്ള വിളിയാണെന്നറിയോ? എന്നെ വിളിച്ചിട്ട് ബാല നീ ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറയും. ഞാൻ അങ്ങോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അവസാനം കാല് പിടിച്ച് മാപ്പ് പറയും. ചെയ്ത തെറ്റിനല്ല. അയാളെക്കൊണ്ട് ഞാൻ കാല് പിടിപ്പിക്കും. നോക്കിക്കോ, ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ആണോ? പറഞ്ഞു തീരുന്നതിന് അടുത്ത കോള് വന്നു കേട്ടോ. അങ്ങനെ ബാലൻ പറയാം, ദേ വിളിക്കുന്ന കണ്ടില്ലേ, ഫോൺ എടുക്കുക, സംസാരിക്കുക ബാലാന്ന് രാമേട്ടൻ പറയാണ്. അങ്ങനെ ഹലോ, ഉദയഭാനു സാറല്ലേ? എന്താ വിളിച്ചത്? മിസ്റ്റർ ബാലൻ, ഞാനേ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. എനിക്ക് മിസ്റ്റർ ബാലനെ ഒന്ന് കാണണമല്ലോ. എന്താ സാർ കാര്യം? വരൂ, എനിക്കൊന്ന് കാണണം. സാറിന് എന്നെ കാണണമെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, ഓമതി സ്റ്റോറിലേക്ക് വന്നോളൂ. അയ്യോ അത് വേണ്ട. ആണോ? എന്നാൽ പിന്നെ വീട്ടിലേക്ക് വന്നോളൂ. അതും വേണ്ട, എനിക്കതിനുള്ള ടൈമൊന്നുമില്ല. എനിക്ക് എയർപോർട്ടിലേക്ക് പോകാനുള്ളതാണ്. ഫ്ലൈറ്റ് അടുത്ത ഫ്ലൈറ്റിൽ എനിക്ക് കയറി സിംഗപ്പൂരിലേക്ക് പോവേണ്ടതാ. ഓ അത് ശരി, അങ്ങനെയാണോ? എന്നാൽ ഞാൻ പറയട്ടെ, ഞാൻ പോകുന്ന എയർപോർട്ട് തൊട്ടടുത്തൊരു അമ്പലം ഉണ്ടല്ലോ, അതിനടുത്തേക്ക് വാ. അതാകുമ്പോൾ ബാലനെ കണ്ട് സംസാരിച്ചിട്ട് എനിക്ക് നേരെ ഫ്ലൈറ്റിൽ കയറി പോവുകയും ചെയ്യാമല്ലോ. ഓ അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ശരി എന്നും പറഞ്ഞ് ഫോൺ വെക്കാണ്ടോ. രാമേട്ടനോട് ഈ കാര്യങ്ങളെല്ലാം ബാലൻ പറയണ്ടോ. ഇന്ന് അയാളുടെ അവസാനമാണ് രാമേട്ടാ. ഞാൻ അയാളെ കൊണ്ട് എൻ്റെ കാല് പിടിപ്പിക്കും. ഇന്ന് ഞാൻ നോക്കിക്കോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങനെ ബാലൻ നേരെ ഉദയഭാനു പറഞ്ഞ ആ സ്ഥലത്തേക്ക് ചെല്ലാണ് കേട്ടോ. അവിടെ കുറച്ച് നേരം കാത്തു നിൽക്കുമ്പോഴാണ് ഒരു കാറിൻ്റെ ഹോണടി ശബ്ദം കേൾക്കുന്നത്. നോക്കുമ്പോൾ വലിയൊരു സ്കോർപ്പിയോ കാറിലൊക്കെ വന്ന് ഇറങ്ങുന്നുണ്ട്. വിക്കൊക്കെ വെച്ച് വെള്ളയും ഷർട്ടും മുണ്ടും ഒക്കെ ഇട്ടിട്ട്. മിസ്റ്റർ ബാലൻ, കുറച്ച് സമയം ആയോ ഇവിടെ കാത്തു നിൽക്കുന്നു? കുറച്ച് സമയം ആയി. പിന്നെ സാറ് എന്താ എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞതേ? അതല്ല, ഞാൻ കാണണമെന്ന് പറഞ്ഞു. പക്ഷേ ഓരോരുത്തരും ഇത്രയൊക്കെ സമയം ഒരാളെ കാത്തു നിൽക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും. പക്ഷേ ബാലനാണെങ്കിൽ അങ്ങനെയൊന്നുമില്ലല്ലോ. എത്ര നല്ല മനസ്സാണ് ബാലൻ്റെത്. ഇത്രയ്ക്ക് ക്ഷമ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പോലും ദേഷ്യം വരും. അപ്പോൾ ബാലൻ പറയണ്ട, അത് ശരിയാ, ഒരുപാടങ്ങ് ക്ഷമാശീല ആയിക്കൂടാ. അതും ശരിയാ ബാലൻ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഫ്രോഡുകളുണ്ട്. അപ്പോൾ അവിടെ അവരുടെയൊന്നും മുന്നിൽ ഇങ്ങനെയുള്ള ആളുകൾ പോയി പെടാതിരിക്കുന്നത് നല്ലത്. അത് ശരിയാണ്. അപ്പോൾ ബാലൻ മനസ്സിലാലോചിക്കുന്നുണ്ട്, എടാ മഹാ ഫ്രോഡേ, നിന്നെപ്പോലൊരു ഫ്രോഡിൻ്റെ മുന്നിലാടാ ഞാൻ വന്ന് പെട്ടുപോയത്. നിനക്ക് ഇന്നത്തെ ദിവസം ഞാൻ കാണിച്ച് തരുന്നുണ്ട് എന്നും പറഞ്ഞ് സൂക്ഷിച്ചിങ്ങനെ നോക്കാൻ കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ അയാളോട് പറയുന്നുണ്ട്, എന്തായാലും സാരമില്ല, ഉദയഭാനു സാറിനെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നല്ലോ. ഈ സ്ഥലം തന്നെ കാണാൻ പറ്റിയത് വലിയ കാര്യമായി. അതെന്താ ബാല അങ്ങനെ പറഞ്ഞത്? അല്ല, എനിക്ക് ഉദയഭാനു സാറിനെ ഒന്ന് തനിച്ച് കാണണമെന്നും ഉണ്ടായിരുന്നേ. അപ്പോൾ കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണിത്. അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? അല്ലെന്നേ, വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ നിങ്ങൾ എന്തിനായിരിക്കും? അല്ല, അത് പിന്നെ ചിലപ്പോൾ മറ്റൊരാളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് ഊഹിക്കാനൊക്കെ പറ്റുമോ? ഇല്ല, എൻ്റെ മനസ്സറിയാൻ ബാലന് പറ്റില്ലായിരിക്കും. പക്ഷേ ബാലൻ്റെ മനസ്സ് നല്ല തെളിനീര് പോലെ ശുദ്ധമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ബാലൻ ഉടനെ പറയാ, തെളിനീര് പോലെയുള്ള എൻ്റെ ആ മനസ്സിലെ ഒരു കരട് വീണാലുണ്ടല്ലോ, ആ കരട് ഉമിത്തിയിൽ പോലെ കെടാതെ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ ആ തീ കിടണമെങ്കിൽ മനസ്സിൽ നിന്ന് ആ കരട് പൂർണ്ണമായിട്ട് എടുത്ത് കളയണം. പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നറിയോ? അതുപോലൊരു കരട് എടുത്ത് കളയാനാണ്. അപ്പോൾ തന്നെ ഉദയഭാനു ആദ്യം ഒന്ന് പേടിക്കാട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ബാലൻ്റെ ആ ദേഷ്യമൊക്കെ അങ്ങോട്ട് പുറത്ത് വരുന്നുണ്ട്. മുണ്ടെല്ലാം മടക്കി കുത്തി കൈയൊക്കെ അങ്ങോട്ട് ചുരുട്ടി ഉദയഭാനുവിൻ്റെ ചെപ്പയ്ക്ക് നോക്കി ഒരെണ്ണം പറ്റിക്കണമെന്ന് ഞാൻ ആദ്യം വിചാരിക്കാട്ടോ. അതിനുള്ള പുറപ്പാടാണ് ഉദയഭാനുവിന് മനസ്സിലായി. ആദ്യം ഒന്ന് പേടിച്ച് വരയ്ക്കുന്നുണ്ട്. അടുത്ത് കൈ വെക്കുന്നതിൻ്റെ ഉദയഭാനു പെട്ടെന്ന് പറയാം, അതെ ഞാനൊരു കാര്യം എടുക്കാൻ മറന്നു ഈ ബാല എന്നും പറഞ്ഞു നേരെ ഓടി ചെന്ന് കാറ് തുറന്ന് ആ 10 ലക്ഷം കൊണ്ടുവന്നില്ലേ, ആ കവർ അതേപടി എടുത്തും ബാലൻ്റെ കയ്യിലേക്ക് കൊണ്ടുവയ്ക്കാട്ടോ. ബാലനോട് പറയാ, ഇതാ ബാലൻ ചോദിച്ച 10 ലക്ഷം ഇല്ലേ, ഞാൻ അത് തരാനാ വന്നത്, ഞാൻ മറന്നു പോയിട്ടോ. ബാലനാണെങ്കിൽ അന്തം വിട്ട് എന്താ ഇവിടെ സംഭവിക്കുന്നത്? 10 ലക്ഷം രൂപയോ? ഇയാൾക്കിത് എങ്ങനെ കിട്ടി? എന്നിട്ട് ബാലനാണെങ്കിൽ തകർന്ന് നിൽക്കാട്ടോ. എന്താ? അപ്പോൾ ഉടനെ ബാലൻ എന്നെക്കാളും വലിയ മറവിക്കാരനാണോ? എഞ്ചിനീയർക്ക് 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ബാലനെ വാക്ക് പറഞ്ഞതില്ലേ, ഇന്നല്ലേ ആ പണം കൊടുക്കേണ്ടത്?
10 ലക്ഷം രൂപ തികച്ചുണ്ട്, കൈനീട്ടി വാങ്ങിച്ചോളൂ, വാങ്ങിച്ചു. എന്താ ബാല ഇങ്ങനെ മേടിച്ച് നിൽക്കുന്നത്, ഈ പണം വാങ്ങിക്ക്. അങ്ങനെ ബാലന് ആകെ സംശയം കേട്ടോ. ഷെടാ ഈ ബാലന് ഇതെന്ത് പറ്റി, എന്താ ഈ അത്ഭുതപ്പെട്ട് നിൽക്കുന്നത്, വാങ്ങിക്കങ്ങോട്ട് വാങ്ങിക്കേ എന്നും പറഞ്ഞ് ആ പൈസ അങ്ങോട്ട് കൊടുക്കണ്ടോ. ബാലനെ നേരത്തെ എന്തോ പറഞ്ഞില്ലേ കരട് എടുത്ത് കളയുന്ന കാര്യം കണ്ണീന്നൊക്കെ. അല്ല അത് പിന്നെ എൻ്റെ പരിചയത്തിൽ നല്ല ഒന്നാമതൊരു ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, കണ്ണിൽ വീഴുന്ന കരട് അയാൾ നിസ്സാരമായിട്ട് എടുത്ത് കളയും. അയ്യോ വേണ്ട വേണ്ട, ആ കരട് പോയി എന്നാ തോന്നണേ എന്ന് ബാലൻ. എന്നാ ശരി ബാല, എൻ്റെ ഫ്ലൈറ്റ് മിസ്സാവും, ഞാൻ പോട്ടെ. ബാല ഇനി പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ എന്നോട് ചോദിക്കാൻ മറക്കരുത് കേട്ടോ. ശരി അപ്പോൾ ശരി ബായ് എന്നും പറഞ്ഞ് പോവാട്ടോ. ദൈവമേ, ബാലനാണെങ്കിൽ ഇതുപോലൊരു ഇതില്ലാട്ടോ, എന്തോ ആകെ തകർന്നു പോയി ബാലൻ. എന്നിട്ടാണെങ്കിൽ നേരെ രാമേട്ടനോട് പോകുന്നുണ്ട്. രാമേട്ടനോട് ചെന്നിട്ട് കാര്യം പറയാട്ടോ. രാമേട്ടാ ഇതാണ് സംഭവം, പൈസ എങ്ങനെ കിട്ടിയെന്നോ ഒന്നും എനിക്കറിയില്ല, അയാൾക്കിട്ടൊന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞ് പോയേ ഞാൻ ദേ കാശ് വാങ്ങി തിരിച്ചു വന്നിരിക്കുന്നു. അതാണല്ലോ ശരിക്കും പറഞ്ഞാൽ അയാൾ കോടീശ്വരനാണോ ബാല? എനിക്കും സംശയമുണ്ട് രാമേട്ടാ, ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അന്നേ ഉദയഭാനു സാറിനെ അയാളെ ആയിരിക്കില്ല ബാലൻ കണ്ടത്, ചിലപ്പോൾ മാറിപ്പോയതാണെങ്കിലോ എന്തോ എനിക്കറിയില്ല. പക്ഷെ അയാളെപ്പോലുള്ള ആളെ ഞാൻ അന്ന് കണ്ടത്. അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ നാട്ടുകാരും അങ്ങനെയല്ലേ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഇത്രയും രൂപ ഈ സമയത്തിന് അയാൾ കൊണ്ടു തരണമെങ്കിൽ അയാൾ എവിടെ നിന്നായിരിക്കും ഇത്രയും കിട്ടിയത്? ഇത്രയും ദരിദ്രവാസിയായ ഒരാൾക്ക് ഇത്ര പൈസ കിട്ടുമോ രാമേട്ട? ഇല്ല, ഉറപ്പായിട്ടും കിട്ടില്ല. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചായിരിക്കും അയാൾ. അയ്യോ ദൈവമേ, ഞാനിത് വീട്ടിലെങ്ങാനും ഇയാളെക്കുറിച്ച് സത്യം പറയാത്തത് എൻ്റെ ഭാഗ്യം. എങ്കിൽ പിന്നെ ഇപ്പോൾ ദേവിക്ക് എന്തുമാത്രം വിഷമാവും സ്വന്തം അച്ഛനെക്കുറിച്ച് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴും പറയുമ്പോഴും. അത് ശരിയാ. രാമേട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പലതവണ ദേവിയുടെ അച്ഛനെക്കുറിച്ച് ഈ ഉദയഭാനുവിനെക്കുറിച്ച് വീട്ടിൽ പറയണമെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴൊക്കെ മുടക്കങ്ങളാണ് ഉണ്ടായത്. അതെ, ദൈവമായിട്ട് ഒരുപക്ഷെ തടസ്സപ്പെടുത്തിയതായിരിക്കാം. ഒരു നല്ല മനുഷ്യനെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കേണ്ടെന്ന് ഈശ്വരന് വിചാരിച്ചിട്ടുണ്ടാവും, അതായിരിക്കും. എന്തായാലും നീ ഇനി അയാൾ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ നിൽക്കണ്ട കേട്ടോ, ഒന്നും കൂടെ നീ അന്വേഷിക്കണം ഉദയഭാനുവെക്കുറിച്ച്. അത് ശരിയാ രാമേട്ടാ, ഇതിനുള്ള സത്യം കണ്ടുപിടിക്കണം, അല്ലാതെ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. ഇത് നാളെ മുതൽ ഞാൻ ഇതിനുള്ള ശ്രമം തുടങ്ങിയിരിക്കും. ഇയാൾക്ക് ഈ കാശ് എവിടെ നിന്ന് കിട്ടി, ഇയാൾ ശരിക്കും പണക്കാരനാണോ, ഞാനിത് കണ്ടുപിടിക്കും രാമേട്ടാ. ശരിയാണ്, വിശ്വസിക്കരുത്, കണ്ടുപിടിച്ച് തന്നെ പറ്റണം എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. ദേവിയാണെങ്കിൽ കിച്ചണിൽ വന്നിരുന്ന് ഓരോ പണിക്കൊക്കെ ഗോമതിയെ സഹായിക്കുമ്പോൾ ഗോമതി വഴക്ക് പറയുന്നുണ്ട്, നീ മാറി നിൽക്കാൻ. ഗോമതി രസം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ദേവിക്ക് ഭയങ്കരമായിട്ട് മണം വരുന്നുണ്ട്, കൊതിയും വരാണ്. അപ്പോൾ പറയണ്ട, അതേ മോളെ ഇതിൽ കായൊക്കെ ചേർത്തിട്ടുണ്ട്, ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കായത്തിൻ്റെയൊക്കെ മണം ഭയങ്കര ഇഷ്ടമായിരിക്കും, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്ക് ഇച്ചിരി രസം തരാവോ അമ്മേ? പിന്നും തടി, നീ അവിടെ ഇരിക്കുക, പക്ഷേ നീ ജോലി ചെയ്യാനൊന്നും ചെയ്തേക്കരുത് കേട്ടോ, ശരീരം ഒന്നും അനങ്ങരുത്, അവിടെ പോയിരുന്നേ. അങ്ങനെ കസേരയൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കട്ടോ. ആ കിച്ചണിൽ ദേവിയാണെങ്കിൽ ദേഷ്യം പിടിച്ച് പോയി ഒറ്റ ഇരിപ്പിരിക്കുന്നുണ്ട്. എൻ്റെ പൊന്നു മോളെ, നിന്നോട് ഇങ്ങനെയൊന്നും ഇരിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ, വളരെ സോഫ്റ്റായിട്ട് പതുക്കി ഇരിക്കാവോ, വയറിനൊന്നും അനക്കം തട്ടരുത്, അതൊന്നും ഉറച്ച് കിട്ടണ്ടേ മോളെ. ഇത് വലിയ ജയിലായാൽ പോയല്ലോ, 10 മാസം വരെ എന്തായാലും ജയിലിൽ കിടക്കുന്ന പോലെ ജീവിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് രസമൊക്കെ കൊടുക്കണം കേട്ടോ. അങ്ങനെ ആ രസമൊക്കെ വാങ്ങിച്ച് ദേവി കുടിക്കുമ്പോൾ ദേവിക്ക് ഭയങ്കരമായിട്ട് രുചി തോന്നും. അമ്മേ എന്താ ടേസ്റ്റ്, ഇത്രയ്ക്കൊക്കെ ടേസ്റ്റ് തോന്നും, ഒരു രസത്തിന് തോന്നും, ഈ ഒരു ടൈമിൽ എല്ലാം തോന്നും മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഉദയഭാനു ആണെങ്കിൽ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് ഭയങ്കര ഡാൻസും കളിയും പാട്ടും ഒക്കെ കേട്ടോ. ശ്രീകലയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാ മനുഷ്യൻ നിങ്ങളിങ്ങനെ ഇളക്കം കാണിക്കുന്നത്, നാശം പിടിക്കാനായിട്ട് 10 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയിട്ട് അതിനെ കൊണ്ട് കളഞ്ഞിട്ട് വന്നേക്കുന്ന, എത്ര രൂപയാണ് വാടക കൊടുക്കാനുള്ള നിങ്ങൾക്ക് അറിയോ? പിന്നെ ആ തമിഴൻ അയാൾ ഇനിയിപ്പോൾ വരില്ലേ പൈസയ്ക്ക് വേണ്ടിയിട്ട്, 3-4 ലക്ഷം രൂപ അയാൾക്കും കൊടുക്കാണ്ട് ഈ കാശ് വെച്ച് നമുക്ക് കുറേ കടങ്ങൾ അങ്ങ് തീർക്കായിരുന്നു, സമാധാനത്തോടെ ജീവിച്ചുകൂടായിരുന്നു മനുഷ്യ. എടി പൊട്ടിക്കാളി, നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കുക. ഇപ്പം കിട്ടുന്ന ഈ ഒരു 10 ലക്ഷം കൊണ്ട് നമ്മളെ കടം തീർക്കല്ല വേണ്ട, ബാലൻ്റെ കാര്യം തീർക്കാൻ വേണ്ടത്. അയാളിപ്പോൾ എന്ത് ഇത് കൊണ്ട് കൊടുക്കണം, അതിനേക്കാളും നമ്മുടെ കാര്യമല്ല മനുഷ്യ വലുത്. ഇടി അങ്ങനെയല്ല, ഞാൻ മണ്ടത്തരം കാണിച്ചു നീ ചിന്തിക്കരുത്. ബാലനെ ഇപ്പം നിലയ്ക്ക് നിർത്തിയാലേ പറ്റൂ, ബാലൻ മറ്റുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ നമ്മുടെ മോളുടെ ജീവിതമാണ് തൊലയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ബാലൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് നമ്മളിൽ, അതുകൊണ്ടായിരിക്കണം അയാൾ ഇങ്ങനെയൊക്കെ നമ്മളെ കിണ്ടി കിണ്ടി ചോദിക്കാൻ നിന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ 10 ലക്ഷം രൂപ കിട്ടിയതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് അയാൾ അടങ്ങിയിരിക്കുമല്ലോ, പിന്നെയും ചോദിക്കില്ല എന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ചോദിക്കട്ടെ, നമുക്ക് കൊടുക്കാം. നമുക്ക് പൊന്മുട്ട ഇടുന്ന ഒരു താറാവ് ഇവിടെ ഉണ്ടല്ലോടി, പിന്നെ കെട്ടു ഇപ്പം. വാടക കൊടുത്തില്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോവേണ്ടി വരും കേട്ടല്ലോ മനുഷ്യ. നീ സമാധാനപ്പെട്ട്, അതിനുള്ള എല്ലാ കാശും നമുക്ക് സുകന്യയിൽ നിന്ന് അടിച്ചു മാറ്റാം. അയ്യോ ഇപ്പം 10 ലക്ഷം രൂപ അവൾ തന്നതല്ലേ ഉള്ളൂ, ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും പൈസ തരുമോ മനുഷ്യ? തരും, നീ നോക്കിയോ. ഇതിപ്പോൾ ലൈസൻസിൻ്റെ പേരും പറഞ്ഞാണ് നമ്മളിത് വാങ്ങിയത്. അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞ് അവളെ പ്രലോഭിപ്പിച്ച് കുറേ കാശ് നമുക്കിന്ന് അടിച്ച് കുറേ നാൾ നമുക്ക് അവളുടെ പൈസയിൽ സുഖിച്ച് ജീവിക്കാം. നീ നോക്കിക്കോ. എനിക്കിതൊന്നും വിശ്വാസം ആവുന്നില്ല, അവൾ തരുമെന്ന് തോന്നുന്നില്ല. തരുവടി, തരും, എനിക്കറിയാം.
ഞാനല്ലേ പറയുന്നത്, ഉടായിപ്പിൻ്റെ രാജാവല്ലേ ഞാൻ, എനിക്കറിയില്ലേ, നീ സമാധാനപ്പെട്, നമുക്ക് വാടകയും കൊടുക്കാം, കടങ്ങളും തീർക്കാം, സുഖമായിട്ട് നമുക്ക് അവരുടെ ചിലവിൽ ജീവിക്കുകയും ചെയ്യാം. പക്ഷേ ബാലൻ ഇനിയും പൈസ ചോദിക്കില്ലേ മനുഷ്യ, ചോദിക്കട്ടെടി, നമുക്ക് കൊടുത്തോണ്ടിരിക്കാം, നീ സമാധാനപ്പെട് എന്നൊക്കെ ഇങ്ങനെ ശ്രീകലയോട് പറയാട്ടോ ഉദയഭാനു. അത് കഴിഞ്ഞ് ബാലനാണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് പൈസ കൊണ്ട് അലമാരി വെച്ചിട്ട് ആകെ ടെൻഷൻ, ഉറക്കമില്ല. പാതിരാത്രി ഗോമതി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. എണീച്ചിരുന്നും കൊണ്ട് ആ പൈസ വീണ്ടും എടുക്കുന്നു, തിരിച്ചു വയ്ക്കുന്നു. ആദ്യം ഉദയഭാനുവിനെ ഒരു പാവപ്പെട്ടവൻ്റെ വേഷത്തിൽ കണ്ടല്ലോ, ഒരു ചായക്കടയിൽ നിന്ന് ഇറങ്ങിപ്പോണം, അതൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കട്ടോ. അയാൾ തന്നെയാണോ ഇയാളാണോ അയാൾ, ശരിക്കും ഇയാൾ പണക്കാരനാണോ, വെറുതെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണോ, ഇയാളെപ്പോലെ മുഖച്ചായുള്ള ആരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ രാമേട്ടനും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചിന്തിക്കണം കേട്ടോ. അപ്പം വെറുതെ ഞാൻ അയാളെ സംശയിച്ചതാണോ എന്നൊക്കെ ഇങ്ങനെ ബാലൻ ചിന്തിച്ച് കൂട്ടുക. പെട്ടെന്ന് തന്നെ ഗോമതി ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് എന്താ ബാലേട്ടാ, ഉറക്കമൊന്നും വരുന്നില്ല, എന്തിനാ പാതിരാത്രി എണീറ്റ്? അല്ല, എനിക്ക് ഇത്തിരി വെള്ളം ദാഹിച്ചിട്ടാ, അതാ. ശരി, എന്നാൽ പിന്നെ കിടന്നോ എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ കാശൊക്കെ അലമാരയിലോട്ട് ഒതുക്കി മാറ്റി വെച്ചിട്ട് ബാലൻ വീണ്ടും കിടക്കാണ്, ഉറക്കം വരുന്നില്ല. തൊട്ടപ്പുറത്താണെങ്കിലും ദേവിക്കാണെങ്കിലും രാവിലെ തന്നെ ദേവി എണീറ്റിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബെഡ് കോഫി ആയിട്ട് സുകന്യ കയറി വരുവാട്ടോ. ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച് ദേവിക്കുള്ള കോഫി ആട്ടോ. ഇത് കാണുമ്പോൾ ദേവി അന്തം വിട്ട് പോവാട്ടോ. കാരണം സുകന്യയിൽ നിന്നും ഇതുവരെയും ഇങ്ങനെയൊന്നും ഇവർ കണ്ടിട്ടില്ലല്ലോ. പെട്ടെന്നൊരു ഭാവമാറ്റവും സ്നേഹപ്രകടനങ്ങളും കണ്ട് ദേവി തന്നെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. ടീച്ചറുടെ എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.